ബ്ലോക്ക് സാക്ഷരതാ മിഷൻ തുല്യതാ പഠന കേന്ദ്രം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പഠിതാക്കൾ MLA AP അനിൽകുമാറിന് മുന്നിൽ പരാതിയുമായെത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷൻ ഓഫീസിലെത്തിയ MLAയ്ക്ക് മുമ്പിലാണ് പഠിതാക്കളും കോർഡിനേറ്റർ സന്തോഷ് കുമാറും പരാതി അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ സാക്ഷരതാ മിഷൻ സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റി അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് മാറ്റി ഉത്തരവ് വന്നിരുന്നു. തുടർന്ന് വീണ്ടും വന്ന മറ്റൊരു ഉത്തരവിൽ ബ്ലോക്കിന് കീഴിലുള്ള കേന്ദ്രങ്ങളിലെ പ്രേരക്മാരെ പഞ്ചായത്ത് തലത്തിലേക്ക് പുനർവിന്യാസം ചെയ്യാൻ തീരുമാനിച്ചതായി വിവരം ലഭിച്ചു. ഇതോടെ നിലവിൽ ബ്ലോക്കിന് കീഴിലുള്ള MLA ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ഒരു പ്രവർത്തനവും ഉണ്ടായില്ല. ഇതോടെയാണ് പഠിതാക്കൾ പരാതിയുമായി MLAയ്ക്ക് മുൻപിലെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഗ്രാമപഞ്ചായത്തുകൾക്ക് കീഴിലാക്കുന്നു എന്നൊരു തീരുമാനം ആദ്യഘട്ടത്തിലെടുത്തു. അന്ന് തന്നെ സന്തോഷ് മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്റെ അടുത്ത് സൂചിപ്പിച്ചു. മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ഓഫീസ്, നമ്മുടെ ഈ സാക്ഷരതാ കെട്ടിടം, നിങ്ങളുടെ ക്ലാസ് റൂം അത് ഉൾപ്പെടെ മാറ്റുന്ന കാര്യമാണ് അന്ന് സംസാരിച്ചത്. അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ നല്ല രീതിയിൽ ഇവിടെ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന എനിക്കൊന്ന് ഒരുപാട് ബാച്ചുകൾ എന്ന് പറയുന്നത് നിറയെ 100-200 പേര് ക്ലാസുകളുണ്ട്. യോഗത്തിൽ ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ V ശിവശങ്കരൻ, വൈസ് പ്രസിഡന്റ് ജെസി ടി, KC കുഞ്ഞുമുഹമ്മദ്, സുനിൽകുമാർ, VAK തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,